ഇത്രയും വ്യക്തമായ ഒരു വീഡിയോ ഉള്ളപ്പോൾ ഇത് നീയല്ലെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുന്നത്? സാർ, ഇത് വിശ്വസിച്ചേ മതിയാകും. ഇത് ഞാനല്ല. എന്നെ നീ കളിപ്പിക്കരുത്, എൻ്റെ വിധം മാറും. സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്കൊരു ഇരട്ട സഹോദരൻ കൂടിയുണ്ട്. അതെ സാർ. ചെറുപ്പത്തിലെ ഞങ്ങളുടെ അമ്മ മരിച്ചതാ. അമ്മയുടെ മരണത്തിന് ശേഷം അച്ഛനാണ് ഞങ്ങളെ വളർത്തിയത്. അവൻ 10-15 വയസ്സുള്ളപ്പോൾ തന്നെ മോഷണവും പിടിച്ചുപറിയും തുടങ്ങി. ഇത് കാരണം അച്ഛൻ അവനെ ഒരിക്കൽ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതാ. പക്ഷേ ഒരു ദിവസം അവൻ തിരിച്ചു വന്നു. അന്നവനെ അച്ഛൻ വീട്ടിൽ കയറ്റിയില്ലായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയതിലും മോശമായിരുന്നു അവൻ്റെ അവസ്ഥ. പിന്നെ അവൻ വീട്ടിലേക്ക് വന്നിട്ടില്ലേ? വന്നിരുന്നു സാർ. ഒരു 3 മാസം മുമ്പ്, അച്ഛൻ മരിച്ച ദിവസം. അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അതിനുശേഷം ചടങ്ങ് കഴിഞ്ഞ് കാണാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചടങ്ങെല്ലാം കഴിഞ്ഞ് അവനങ്ങ് പോയി. അച്ഛൻ മരിച്ചത് അറിഞ്ഞാണോ? അതറിയില്ല സാർ. വന്നു, ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടങ്ങ് പോയി. നീയൊന്നും സംസാരിച്ചില്ലേ? ചടങ്ങ് കഴിഞ്ഞ് സംസാരിക്കുക എന്നാ കരുതിയത്. പക്ഷേ കഴിഞ്ഞില്ല. പിന്നെ നീ അവനെ കണ്ടിട്ടില്ല? അന്വേഷിച്ചു സാർ. അവൻ്റെ പഴയ ഗ്യാങ്ങിൻ്റെ കൂടെ ഇവിടെ അടുത്തെവിടെയോ ഉണ്ടെന്ന് അറിഞ്ഞത്. പക്ഷേ കാണാൻ സാധിച്ചില്ല. സാർ, പണ്ടും ഇവൻ കാരണം ഞാൻ ഒരുപാട് വഴി കേട്ടിട്ടുള്ളതാ. മുൻപ് പിടിച്ചുപറിയും മോഷണവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കൊലപാതകി വരെയായി. ഇവനെ കരുതി എനിക്ക് പേടിയാകുന്നു സാർ. ഇപ്പോൾ അവൻ എവിടെ ഉണ്ടാവും? വല്ല ഐഡിയ ഉണ്ടോ? സാർ, നേരത്തെ അവൻ ബോംബെയിലാണെന്ന് അറിയാൻ കഴിഞ്ഞത്. 2 വർഷം മുമ്പ് നാട്ടിലെങ്ങാണ്ട് വന്നിരുന്നെന്നാണ് അവൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ഛൻ മരിച്ചപ്പോഴാണ് അവനെ കാണുന്നത്.